രാജ്യത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയോ പ്രത്യേക മതമോ പ്രത്യേക ജാതിയോ ഒരു അപ്പർ ഹാൻഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരിലായിരിക്കും പിന്നെ അവിടെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ കേരളത്തിലെ ക്യാമ്പസുകൾ എടുത്താൽ ABVPക്ക് സ്വാധീനമുള്ള കോളേജ്, ഞാൻ കോളേജുകൾ എനിക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല, കോളേജുകളിൽ പോയിട്ടുണ്ട്. ABVPക്ക് സ്വാധീനമുള്ള കോളേജുകളിൽ മറ്റൊരു കൊടിയും വയ്ക്കാൻ സമ്മതിക്കത്തില്ല, ആരെയും പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ സമ്മതിക്കത്തില്ല, സ്ഥാനാർത്ഥികളെ വീട്ടിൽ പോയി അടിക്കും, അങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കും. തിരിച്ച് KSUവിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ KSU ഇത് തന്നെ പയറ്റും. MSFന് സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിലെ പല കോളേജുകളിൽ MSF ഇത് തന്നെ പയറ്റും. SFI ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന എന്നുള്ള നിലയിൽ SFIക്ക് ഒരുപാട് കോളേജുകളിൽ ഇത് തന്നെ പയറ്റും. സംഭവിക്കുന്നത് എന്താണ്? അതുകൊണ്ട് തന്നെ ഒരു 50% പേര് പോലും അവിടെ പോയി വോട്ട് ചെയ്യാറില്ല. ഈ കോളേജുകളിലൊന്നും, ഇങ്ങനെ തോന്നിയവാസങ്ങൾ നടക്കുന്ന കോളേജുകളിലൊന്നും 50% പോലും ആളുകൾ പോയി വോട്ട് ചെയ്യാറില്ല. പിന്നെ മാത്രമല്ല, ഈ പാർട്ടിയിൽ ചേരുന്ന ആളുകൾ ഒരു ഗുണ്ടായുസവും കൂടെ അങ്ങ് നടത്തും. തല്ല്, ബഹളം, അട്ടഹാസം, അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കും. അതിന്റെ ഒരു പിടിബലത്തിലായിരിക്കും ആ ക്യാമ്പസുകൾ പോകുന്നത്. ഇത് നമ്മൾ കാണുന്നതാണ്. എല്ലാ പാർട്ടികൾക്കും ഇത് ബാധകമാണ്. പക്ഷേ ഇപ്പോ കടക്കൽ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഒരു BJP ഒരു ആൾ ജയിച്ചു. 3 വാർഡിലാണ് അവർക്ക് നിൽക്കാൻ പറ്റിയത്. അതിൽ 2 വാർഡിൽ 2ാം സ്ഥാനത്ത് വന്നു എന്ന് കേൾക്കുന്നു. ഒരു വാർഡിൽ ഒരു അനുപമ എന്ന് പറയുന്ന ഒരു വനിത ജയിച്ചു. അപ്പൊ BJP ജയിച്ചതിലോ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റതിലോ ഒന്നും നമുക്കൊരു കൺസേണും ഇല്ല. നമ്മുടെ കൺസേൺ വളരെ വ്യക്തമാണ്. കൺസേൺ എന്താണ്? അതായത് പണ്ടിപ്പോ കണ്ണൂരിലെ പല ഗ്രാമങ്ങൾ, ഇപ്പൊ ആന്തൂറിലൊക്കെ ആന്തൂറിൽ പണ്ടേ പറയുന്ന കേസാണ്, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള കേസാണ്. ആന്തൂറിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റത്തില്ല, മലപ്പട്ടത്തെ നിർത്താൻ പറ്റത്തില്ല, നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി ഉപദ്രവം ഉണ്ടാക്കും. ഭയമാണ്, അവിടുത്തെ ആളുകൾക്ക് ഭയമാണ്, നിൽക്കാൻ കഴിയില്ല. അത് വലിച്ചൊരു ജീവനിൽ ഭയമുണ്ടല്ലോ, മനുഷ്യന് ഭയമുണ്ട്. മാത്രമല്ല കുടുംബത്തിനെ ഉപദ്രവിക്കുക, വീട്ടുകാരെ ഉപദ്രവിക്കുക, മക്കളെ ഉപദ്രവിക്കുക, പലതരത്തിലുള്ള. അപ്പൊ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് കേരളത്തിൽ ചില സ്ഥലങ്ങളിലെങ്കിലും. അപ്പോൾ കടക്കലിനെ കുറിച്ച് പറയുന്നത്, കണ്ണൂർ തലയാണെങ്കിൽ കടക്കൽ വാലാണെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളും ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയെ അങ്ങനെ വളരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു അലിഖിത നിയമം ഉണ്ട് എന്നുള്ള ഒരു പേര് അതുണ്ടോ അല്ലെന്ന് എനിക്കറിയത്തില്ല. ഒരു ദുഷ്പേര് കടക്കലിനെ കുറിച്ച് ഉണ്ട്. അപ്പൊ അതിന് ബലം കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സംഭവിച്ചത്. അനുപമ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവർ ജയിച്ചു കഴിഞ്ഞാൽ 460 470 വോട്ട് പിടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അത് വാർഡിന്റെ മെമ്പറല്ലേ. അപ്പൊ അവർക്കിറങ്ങി സ്വതന്ത്രമായി അവരുടെ വോട്ടർമാരെ കാണണ്ടേ? അതിന് സമ്മതിക്കൂല. അവരെ ഭർത്താവിനെ തല്ലുന്നു, അവരെ തല്ലുന്നു. പിന്നെ ഇന്നലെ അവിടെ വളരെ വലിയൊരു യോഗം നടന്നതായിട്ട് ഞാൻ ചാനലുകളിലെല്ലാം കണ്ടു. എന്തിനാണ് ഈ സംവിധാനങ്ങൾ? എന്തിനാണ് എല്ലാവരും കൂടെ കൊല്ലം ജില്ലയിലെ ജയിച്ച BJPക്കാർക്കെല്ലാം കടക്കൽ വെച്ച് സ്വീകരണം കൊടുക്കുന്നു? അപ്പൊ അതിനെ തല്ലാൻ ആ സ്വീകരണം നടക്കുന്ന പരിപാടിയൊന്നും തല്ലില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം, കുമ്മിൾ കടക്കൽ പ്രദേശങ്ങളിൽ പണ്ട് നക്സൽ ബാരികൾ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോറ്റിയുടെ തലയറുത്ത് വെച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കഥയെല്ലാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും സംഘർഷം ഉണ്ടാകുന്ന, പാർട്ടിക്കകത്ത് പോലും ഗ്രൂപ്പ് തലത്തിൽ പോലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ് കടക്കൽ. അവർ നിഷ്കളങ്കരാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരോട് വളരെ സ്നേഹത്തോട് പറയട്ടെ, നിങ്ങൾ നിഷ്കളങ്കരാണ്. നിങ്ങളുടെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും തലച്ചോറിലും മുഴുവൻ പാർട്ടി എന്ന് പറയുന്ന ഒരു വികാരമാണ് കയറി നിൽക്കുന്നത്. അതിനകത്ത് വേറെ ഒരു വികാരമില്ല. പാർട്ടി, എല്ലാം പാർട്ടി, ജീവിതം പാർട്ടി, മരണം പാർട്ടി, പിന്നെ സകലതും പാർട്ടി. അതിനപ്പുറം വേറെ ചിന്തയുമില്ല, മറ്റൊരു കാര്യമില്ല. പാർട്ടി ഈസ് ദ ലാസ്റ്റ് വേർഡ്. അതാണ് നിങ്ങളുടെ സംവിധാനം, നിങ്ങളുടെ രക്തത്തിൽ അങ്ങനെ കലിഞ്ഞ്. പക്ഷെ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രായോഗികമാകില്ല. ജനാധിപത്യ സമൂഹത്തിൽ കള്ളക്കേസ് കൊടുക്കലോ, കള്ളക്കേസും അതുപോലെ തന്നെ ഇതുപോലത്തെ തല്ലും ബഹളവും ഗുണ്ടായുസവും പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും ജനാധിപത്യത്തിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. ജനാധിപത്യത്തിൽ എപ്പോഴും അപരന്റെ ശബ്ദം സംഗീതം പോലെ ശ്രമിക്കുന്നതാണ് കമ്മ്യൂണിസം. അപരന്റെ ശബ്ദം സംഗീതം പോലെ ശ്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മറ്റൊരാളിന്റെ സംസാരിക്കുവാനുള്ള, പ്രവർത്തിക്കുവാനുള്ള, രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മഹിമ വരുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇത് മറന്നുപോയി? കാറൽ മാർക്സും ലെനിനും ഒക്കെ പറഞ്ഞത് എന്താണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ പറയുന്നത്? അപ്പൊ സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണ്? അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ നമ്മുടെ ആളുകൾ ചെയ്യണ്ടേ? പക്ഷെ പലപ്പോഴും അതില്ല എന്നാണ് കടക്കലിൽ നിന്ന് വരുന്ന വാർത്തകൾ. പക്ഷെ ഞാനിത് പറയുന്നത്, എന്നെ ആശങ്കപ്പെടുത്തുന്നത്, ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ സംഘർഷങ്ങളിലേക്കാണ് കടക്കൽ പോകുന്നതെങ്കിൽ അതൊരു ജനതയോട് ചെയ്യുന്ന വെല്ലുവിളിയാണ്. അതുകൊണ്ട് കടക്കലിലുള്ളവരോട് പറയാനുള്ള, നിങ്ങൾ രാഷ്ട്രീയമായി ആശയപരമായി വലിയ പോരാട്ടം നടത്തണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ അവിടെ ഒരാളെയും കയറ്റരുത്. നിങ്ങൾ തന്നെ അവിടെ പോരാട്ടം നടത്തണം. നിങ്ങൾ BJP ഒക്കെ ജയിക്കാനിരിക്കാനും എല്ലാ സാഹചര്യം ഉണ്ടാക്കണം. കോൺഗ്രസും വേണ്ട, BJP വേണ്ട, നിങ്ങൾ തന്നെ എല്ലാ സീറ്റും പിടിക്കണം. അങ്ങനെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് തന്നെ മതി. പക്ഷേ അത് ആശയപരമായിരിക്കണം. അതല്ലാതെ
അക്രമപരമാകരുത്, അതൊരു സംഘർഷത്തിലേക്ക് പോകരുത്. ഇന്നിപ്പോ പഴയ കാലത്താണെങ്കിൽ BJP-യുമായ ഒരു സംഘർഷത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ CPM-ന് ശക്തി കൊണ്ട് ജയിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതാണോ? അവർ രാജ്യം ഭരിക്കുന്നു, കേരളത്തിൽ അവരുടെ കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നു, കേരളത്തിൽ അവർ വളരെ ശക്തരാണ്, സംഘപരിവാർ ശക്തരാണ്. ഇതിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണ്? ഈ രണ്ട് ഭാഗത്തുമുള്ള സഹോദരന്മാരും സഹോദരിമാരുമാണ് നമുക്ക് എന്നെ ആശങ്കപ്പെടുത്തുന്ന അതാണ്. എന്തിനങ്ങനെ സഹോദരന്മാരെ കൊല്ലുന്നു, അവരെ വെട്ടുന്നു, അവരെ കൊല്ലുന്നു? അങ്ങനെ ആശയപരമായി നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? TP ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം ഓഞ്ചിയത്ത് എന്തെങ്കിലും സംഭവിച്ചോ? ഓഞ്ചിയ ഇപ്പോഴും പിടിച്ചത് അവരുടെ പാർട്ടിയല്ലേ, രമയുടെ പാർട്ടിയല്ലേ? രമ എന്ന് പറയുന്ന ആൾ, വനിത എന്ന് പറയുന്ന അവർ ഭാര്യയായിട്ട് പോലും അവർ MLA ആയില്ലേ? അവർ ഒരു ഘടകകക്ഷിയായി മാറിയില്ലേ? ഇത് ജനങ്ങളുടെ ആശയപരമായി നിൽക്കുന്ന ജനങ്ങളെ അക്രമം കൊണ്ട് നേരിടാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിലേക്ക് പോയാൽ അത് താൽക്കാലികമാണ്. നേരത്തെ അവിടെ ഒരു SI ആയിട്ടുണ്ടായിരുന്ന ഒരു നേതാവിനെ, ഞാൻ പേര് പറയുന്നില്ല, BJP-യുടെ ഒരു നേതാവിനെ, പ്രധാനപ്പെട്ട നേതാവിനെ വെട്ടിക്കൊന്നു, കൊലപാതകത്തിലൂടെ കൊന്നു എന്നും അതിന്റെ കേസും ഒക്കെ നടക്കുന്നതായിട്ട് ഇന്നലെ ചാനലുകളിൽ വരുന്ന കണ്ടു. അപ്പൊ അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ BJP തീർന്നോ? BJP അനുപമയുടെ രൂപത്തിൽ വന്നു, വേറെ രണ്ടുപേരുടെ രൂപത്തിൽ വന്നു. എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്, നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്രാവശ്യം 33% വോട്ടേ കിട്ടിയോളൂ, 38% കോൺഗ്രസിന് കിട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവോ കേരളത്തിൽ? ഒരിക്കലും ഇല്ലാതാവൂല. അത് പുതിയ രൂപത്തിൽ വരും. അങ്ങനെ കൊല്ലാൻ പറ്റുമോ? ആശയങ്ങളെ നമുക്കൊരിക്കലും, ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. അത് ഒരാളെ കൊന്നാൽ 1000 പേർ വരും. ഒന്നിന് 10, 10-ന് 100, 100-ന് 1000 എന്ന കണക്കെ വരും. ആശയത്തെ നമുക്ക് ആശയം കൊണ്ട് വേണം നേരിടാൻ, വാളെടുത്തിട്ടല്ല. ഞാൻ ഇത്രയും ആമുഖമായി പറയുന്നത്, ഇന്നുമൊക്കെ അവിടെ ഇനി സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഊരുവിലക്ക് സംഘർഷം. എന്ത് നേടും ചെറുപ്പക്കാരായിരിക്കുമല്ലോ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ ഒന്നും നേടുന്നില്ല. മാത്രമല്ല, ഒരു ജനതയുടെ മുമ്പിൽ അപഹാസിതരാകും. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം ബംഗാളാണ്, ത്രിപുരയാണ്. ഒരു കാലഘട്ടത്തിൽ ബംഗാളിൽ വളരെ വ്യാപകമായിട്ടുള്ള അക്രമവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഗുണ്ടായുസും അക്രമമൊക്കെ നടന്നു. അതാര് നടത്തി എന്നുള്ളതല്ല, ആര് നടത്തിയാലും അവരെ ബംഗാൾ ജനത പിറങ്കാലു കൊണ്ടടിച്ചു, ത്രിപുരയിൽ അടിച്ചു. അപ്പോൾ ഈ ഗ്യാപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ആശയപരമല്ലാത്ത ഏത് സമരം നടത്തുമ്പോഴും അത് അക്രമത്തിലേക്ക് പോയാൽ, ജനങ്ങൾ മാറി ചിന്തിച്ചാൽ, അവിടെ ഒരു വാക്വം ഉണ്ടായാൽ, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ, ആ ഗ്യാപ്പിലേക്ക് കയറുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ആജന്മ ശത്രുവായിരിക്കും, വർഗശത്രുവായിരിക്കും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മൃഗങ്ങളല്ല. ആട്ടിക്കൊണ്ടുപോകുന്ന കാലിത്തൊഴുത്തിലേക്ക് ആട്ടിക്കൊണ്ടുപോകുന്ന ആടോ പശുവോ എരുമയോ കുതിരയോ ആനയോ ഒന്നും അല്ല മനുഷ്യർ ചിന്താശക്തി ഉള്ളവരാണ്. അവരെ അങ്ങനെ നിങ്ങൾക്ക് അടിച്ച്, നമുക്ക് ആർക്കും ഒരു പാർട്ടിക്കും അടിച്ചടിച്ചടിച്ച് നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെ സംഘപരിവാർ വിചാരിച്ചാൽ, അല്ലെങ്കിൽ BJP വിചാരിച്ചാൽ ഇന്ത്യയിൽ ഹിന്ദുത്വം കൊണ്ടുവരാൻ പറ്റൂ? ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. അയോധ്യയിൽ അവർ തോറ്റില്ലേ? UP-യിൽ അവർ വലിയ വെള്ളം കുടിച്ചല്ലേ ജയിച്ചത്. ഇപ്പോ യഥാർത്ഥത്തിൽ UP-യിലും അയോധ്യയിലും പാട്ടും പാടി ജയിച്ചിരുന്നെങ്കിൽ മോഡിയുടെ വോട്ടിംഗ് ശതമാനം എവിടെ പോകുമായിരുന്നു, അല്ലെങ്കിൽ സീറ്റ് ശതമാനം എവിടെ പോകുമായിരുന്നു? അതല്ല ജനത, ഇന്ത്യൻ ജനത അങ്ങനല്ല ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ കടയ്ക്കലിലുള്ളവർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളോടും, അത് കമ്മ്യൂണിസ്റ്റുകാരോട് ഒന്നാമതേ, കാരണം ഇപ്പൊ ഒരു ടെൻഷനിൽ നിൽക്കുന്ന നിങ്ങളാണല്ലോ, അതിന് വേറൊരാൾ സീറ്റ് പിടിച്ചു എന്നുള്ള ടെൻഷനിൽ നിങ്ങളാണ്. നിങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടിക്കാരും എല്ലാവരും ദയവായി മറ്റൊരു തലത്തിലേക്ക് മാറി ചിന്തിക്കണം. നിങ്ങളുടെ ആശയപരമായ പോരാട്ടം നടക്കട്ടെ, നിങ്ങളുടെ വികസന പോരാട്ടം നടക്കട്ടെ. പരമാവധി ജനങ്ങൾക്ക് വികസന കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട്, അവരെ ആശയവൽക്കരിച്ചുകൊണ്ട് അവിടെ സമരം നടക്കട്ടെ. അല്ലാതെ ആരും വാളെടുക്കരുത്, കടാര എടുക്കരുത്. അങ്ങനെ വന്നാൽ കടയ്ക്കലിൽ പിന്നെ ഉണ്ടാവുക പഴയ കാലത്തുണ്ടായിരുന്ന ചില പേരുകൾ വീണ്ടും കടയ്ക്കലിന് വരും. അത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല. പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ പ്രതിപക്ഷമില്ല എന്നാണല്ലോ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ എഴുതി വച്ചിരിക്കുന്ന പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ആര് ജയിച്ചു വന്നാലും അവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകണം. അത് സംഘർഷത്തിലേക്ക് ഒരു കാരണവശാലും കടയ്ക്കൽ പോകരുത്.